ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ കിച്ചണിലേക്ക് വന്ന് ആദ്യം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു മടക്കപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ കലക്കണ പോലെ തന്നെ കലക്കിയെടുക്കുക. ഇപ്പോൾ ഇതേ മടക്കത്തിനുള്ള മാവൊക്കെ അതേ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ മാവ് കലക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നാളികേരം ശർക്കരയാണ്. അപ്പോൾ നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നാളികേരമൊക്കെ ഒന്ന് കുറച്ച് ചെരുകി എടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമുള്ളത് ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമുള്ള ആവശ്യമുള്ള ശർക്കരയും ചീകി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ജീരകം കൂടി ഇടാട്ടോ. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇനി സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം കാലത്തൊക്കെ ഒത്തിരി നേരം വൈകി എനിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്, മടക്കപ്പം. അപ്പോൾ ഒരു ഇത്തിരി ഗോതമ്പ് മാവ് ഒന്ന് കലക്കിയെടുക്കേണ്ട സമയമല്ലേ വേണ്ടു. പിന്നെ കുറച്ച് നാളികേരവും ശർക്കരയും അത്രയല്ലേ വേണ്ടു. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണിത്. അതേ ദോശ ഉണ്ടാക്കി അതിൻ്റെ മേലൊക്കെ ഉണങ്ങി വന്നപ്പോൾ ഒരു ഇച്ചിരി നെയ്യൊന്ന് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായില്. അപ്പോൾ ഒരു നെയ്യിൻ്റെ മണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൂടുതൽ രസമുണ്ടാവും. അത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഞാൻ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മടക്കി എല്ലാ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഫില്ലിങ് ഒന്ന് പുറത്തേക്ക് പോവാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മടക്കപ്പം റെഡിയാവും. ഫില്ലിങ് വെച്ച് കൊടുത്തത് കഴിഞ്ഞ് അങ്ങനെ മടക്കി എല്ലാ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറം ഒന്ന് മറിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇന്ന് വേഗം പണികളൊക്കെ കഴിച്ചിന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും മുടക്കമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ കുറുക്ക് കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് ചീരയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഒന്ന് ചീരയും മുട്ടയും കൂടി ഒന്ന് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ച് പിന്നെ മുളക് പൊടി ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള നാളികേരം കൂടി ഇട്ട് ചെറുതീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നാളികേരം കുറച്ച് നേരം ചെറുതീയിൽ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചീരയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഇതൊന്ന് വലിച്ചെടുക്കുക.
അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചു വെക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മുട്ടപ്പൊടി ഒഴിച്ച് ഇനി എല്ലാം കൂടി ചെറുതയിൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് ആക്കി ഡ്രൈ ആക്കി എടുക്കാം എല്ലാം കൂടിയിട്ട്. അപ്പം ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണത്. ചീരി മുട്ടയും കൂടി തോരനും അതുപോലെ തന്നെ നമ്മുടെ കുറുക്ക് കാളുന്നുണ്ട്. പിന്നെ അച്ചാറും ഇഞ്ചിയും പുളിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മതി എന്നൊന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ചോറുണ്ട്, കൊണ്ടാട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും പുളിയുണ്ട്, പിന്നെ നമ്മുടെ തോരൻ, അതുപോലെ തന്നെ കുറച്ച് കുറുക്ക് കാളനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പം ഇന്ന് ലുലുന്ന് കുറച്ച് ഗ്രോസറിയൊക്കെ ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലുവിൽ എന്തോ ഒരു പരിപാടി, ഓണത്തിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓണം ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് അത് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ പുലിക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മുടെ മാവേലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുടങ്ങാനായിട്ട് മുമ്പ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫാഷൻ ഷോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മലയാള ഒരു സിനിമാ നടി ഇനിയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അവളൊക്കെ ഉണ്ടായിരുന്നു ഫാഷൻ ഷോയിൽ. അപ്പം അത് കുറച്ച് നേരം കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് ബോറടിക്കുന്നു പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും കണ്ടില്ല, കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്നു. പിന്നെ നമ്മൾ താഴത്ത് ഗ്രോസറി മേടിക്കാൻ പോയി. അപ്പോൾ അവിടെ ഓണച്ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ വർഷവും ലുലുവിലും പിന്നെ കുറേ ഒരുവിധം ആളുകളും ഉണ്ടാവും ഓണച്ചന്ത. അപ്പോൾ അതേ പൂക്കളൊക്കെ അത്തൊക്കെ അല്ലേ, പൂവും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വടവപ്പളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്, ഗണപതി നാരങ്ങ. അപ്പോൾ അത് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ അത് ഇവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പോന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.